കായംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവമായ ശലഭോത്സവം 2025 സമാപന സമ്മേളനം നടന്നു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി.ടി. ബാബുരാജ് ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. കായംകുളം നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ഭിന്നശേഷി കലോത്സവമായ ശലഭോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി.ടി. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയ ചെലവുള്ള കാര്യമൊന്നല്ല. ഞാൻ പറഞ്ഞു, കായംകുളം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരിക്കും ചെറിയ കുഞ്ഞു പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ അവർക്ക് സന്തോഷമുണ്ടാവും. ഇനി ഞാൻ നമ്മുടെ യാസിനെ കണ്ടു, മോനോട് പറയുകയാണ്, MG യൂണിവേഴ്സിറ്റിയിൽ അടുത്ത ദിവസം തന്നെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി ഈ മോൻ്റെ പ്രകടനം അവിടെ യൂണിവേഴ്സിറ്റിയിലെ ബുദ്ധിജീവികളും അതുപോലുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് വിദ്യാഭ്യാസ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ എനിക്ക് 41 കുട്ടികളുണ്ട്, ഇൻ്റലിജൻ്റ് ചലഞ്ചായ കുട്ടികളുണ്ട്. അവർ ആഴ്ചയ്ക്ക് 2 ദിവസം മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ട്. തൊട്ട് സെൻറ്റർ വേറൊരു മ്യൂസിക് തെറാപ്പി എന്നൊരു സെൻറ്ററുണ്ട്. അവിടെ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തോട് പറഞ്ഞ് ആഴ്ചയ്ക്ക് 2 ദിവസം PhD ഒക്കെ എടുത്ത മ്യൂസിക്കിൽ സംഗീതത്തിൽ എടുത്ത PhD എടുത്ത ഒരു ടീച്ചറുണ്ട്. 2 തബല വായിക്കുന്ന 2-3 ലേഡീസ് ടീച്ചർമാരുണ്ട്. ആഴ്ചയ്ക്ക് 2 ദിവസം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്ന പരിശീലനം. അല്പം മാനസികമായ ഒരു വ്യത്യാസം, അവരുടെ കൊട്ടും പാട്ടും നമ്മൾ കണ്ടതാണ്. യാസിൻ മാഡം പറഞ്ഞ പോലെ നമ്മൾ 2 കൈയുണ്ട്, നമുക്ക് 2 കണ്ണും വലിയ 2 ചെവിയും ഒക്കെ ഉണ്ട് നമ്മൾ. പക്ഷെ യാസിൻ അവന് ദൈവം അനുവദിച്ചു കൊടുത്ത ആ ചെറിയ കൈകൊണ്ട് ആ മോൻ വായിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞാനും ഇപ്പോഴും ഈ ഓർഗൻ പഠിക്കുന്ന മനുഷ്യനാണ്. ഇത്രയും പ്രായോഗികമായി ഇപ്പോഴും പഠനം പൂർത്തിയായിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര മിടുക്കനായിട്ടാണ് ആ മോൻ വായിക്കുന്നത്. ഞാനും ഇതുപോലെ കൊച്ചു കുട്ടികളുടെ കൂടെ ഇരുന്നാണ് പഠിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടിയായി ഞാനും ഈ ഓർഗൻ വായിക്കുന്നു. നമുക്ക് ഫണ്ടുകൾ തരുമ്പോൾ അതിനെല്ലാം മാർഗ്ഗരേഖകളുണ്ട്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യേണ്ട, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു പുസ്തകം തന്നെ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗ്ഗരേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മാർഗ്ഗരേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം പറഞ്ഞത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് കായംകുളത്തുണ്ട്. നമുക്ക് അത് എന്നാണെന്ന് പറഞ്ഞാൽ മതി, നമുക്കതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഒരുക്കി തരാം. അത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ നമുക്ക് പറയുന്ന സ്കോളർഷിപ്പുകൾ, പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, അവർക്ക് പിന്നെ സഞ്ചരിക്കാൻ ആവശ്യമായ സാധനം, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ ആവശ്യമായ സാധനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മുടെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം അവർ പറഞ്ഞ കാര്യം തന്നെ പിന്നെ രക്ഷകർത്താക്കളുടെ വരുമാനം നോക്കാതെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യം ചിലപ്പോൾ പല വിധത്തിലുള്ള പറഞ്ഞ ശരിയാണ്. ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം, അവർക്കുള്ള ഭിന്നശേഷിയുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. ഇപ്പം ചിലപ്പോൾ ഒരു കൈയോ ഒരു നേരെ പോയി അതൊക്കെ ഒരു കുഴപ്പമില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനോഹരമായിട്ട് തന്നെ പഠിക്കാനായാലും എഴുതാനായാലും എല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ ആ ഒരു കാറ്റഗറി പെടുത്തിക്കൊണ്ട് ചെയ്യാൻ അത് ഗവൺമെൻറ് തലത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭിന്നശേഷി കമ്മീഷണറെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട്. കായംകുളം TA കൺവെൻഷൻ സെന്ററിലാണ് ശലഭോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ നടന്നു. ഭിന്നശേഷി കുട്ടികളുടെ സംഗമവേദി കൂടിയായി ശലഭോത്സവം മാറി. സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സ്വാമി വിവേകാനന്ദൻ യുവ പുരസ്കാരം നേടിയ മുഹമ്മദ് ഷമീറിനെ ചടങ്ങിൽ ആദരിച്ചു. മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്കൂളുകൾക്കും കായംകുളം നഗരസഭയുടെ ആദരവ് നൽകി. മാസ്റ്റർ മുഹമ്മദ് യാസിൻ മുഖ്യ അതിഥിയായും പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കമ്മീഷണറുമായി മുനിസിപ്പൽ അധികൃതർ ചർച്ച ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, ഷാമില അനിമോൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ, കൗൺസിലർമാരായ AJ ഷാജഹാൻ, ഷെമിമോൾ, ബിനു അശോക്, റെജി മാവനാൽ, ഗംഗാദേവി, ICD സൂപ്പർവൈസർമാരായ മോനി, ചിത്ര, നഗരസഭാ ജീവനക്കാർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി സനിൽ കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.